തല കുടുങ്ങിയ കുട്ടിയെ രക്ഷപ്പെടുത്തി. തിരുവനന്തപുരത്താണ് സംഭവം. നീണ്ട നേരത്തെ ശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് കലം മുറിച്ച് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി KG കമലേഷ് ചേരുന്നു. കമലേഷ്, ഈ കുട്ടിയുടെ തല എങ്ങനെയാണ് കലത്തിൽ കുടുങ്ങിയത്? ഏറെ മണിക്കൂറുകൾ എടുത്തു എന്ന് കരുതുന്നു ഫയർഫോഴ്സ് ഈ പരിശ്രമത്തിനായി. എങ്ങനെയായിരുന്നു കുട്ടിയെ രക്ഷപ്പെടുത്തിയത്? സുജിയ, വട്ടപ്പാറ സ്വദേശിയായ 2 വയസ്സുകാരി അനന്യയുടെ തലയിലാണ് ഈ ഒരു കലം കുടുങ്ങിയത്. വീട്ടിൽ ഉച്ചയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്തരത്തിൽ അബദ്ധവശാൽ ഈ കലം തലയിൽ കുടുങ്ങിയത്. ആദ്യം ഇവർ വട്ടപ്പാറ തന്നെ ഒരു ആശുപത്രിയിൽ മാതാപിതാക്കൾ കുട്ടിയെ കൊണ്ടുപോയി. പക്ഷെ അവര് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ഗ്യാസ് കട്ടറോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് മുറിച്ചു മാറ്റേണ്ടതുണ്ട്. അപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പാത്രക്കടയിലേക്ക് പോകണമെന്നായിരുന്നു ആശുപത്രിയിലെ ആളുകൾ പറഞ്ഞതെന്നാണ് കുട്ടിയുടെ അമ്മയും മറ്റും പറയുന്നത്. അവരാദ്യം കിഴക്കേക്കോട്ടയിൽ ഒരു പാത്രക്കടയിലാക്കിയാണ് പോയത്. അവിടെയും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. ഗ്യാസ് കട്ടറും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇത് മുറിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആപത്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപായ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ ഫയർഫോഴ്സിന് വിവരം അറിയിക്കാൻ അവർ പറയുകയായിരുന്നു. ഫയർഫോഴ്സുകാർ പറഞ്ഞത് ഫയർഫോഴ്സ് ആസ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിരുന്നു. അങ്ങനെ ഓട്ടോയിൽ ഇവർ ഈ കുട്ടിയെയും കൊണ്ട് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലെ ഫയർഫോഴ്സ് ആസ്ഥാനത്ത് എത്തുകയായിരുന്നു. ഈ സമയത്തെല്ലാം തന്നെ കുട്ടി വളരെ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഫയർഫോഴ്സ് ആസ്ഥാനത്ത് ഏറെ നേരം പണിപ്പെട്ട ശേഷമാണ് ഈ കുട്ടിയുടെ തലയിൽ നിന്നും ഈ ഒരു കലം ഊരിയെടുത്തത്. കുട്ടിക്ക് വേറെ ശാരീരിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ കലം ഊരിയെടുത്തെങ്കിലും കുട്ടിയെ ഫയർഫോഴ്സിന്റെ വാഹനം തന്നെ വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ കുട്ടിക്ക് വലിയ കുഴപ്പമില്ല. ഈ ഒരു കലം കുടുങ്ങിയതിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ ഒരു പ്രശ്നം കഴുത്തിന്റെ തലയുടെ ഭാഗത്ത് ഉണ്ടെന്നല്ലാതെ വേറെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഏതായാലും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ കുട്ടിയുടെ തലയിൽ കുടുങ്ങിയ കലം പുറത്തെടുക്കാൻ കഴിഞ്ഞത്. സുജയ. ശരി കമലേഷ്.